ഹായ്, ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്. വീഡിയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല, മൈക്കയില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നിർണായകമായിട്ടുള്ള ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി വന്നത്. ഒന്ന്, ഇന്നലെ ശശികള വിഷം കാറിയിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ റഹീം വലിയൊരു ഭീകരവാദിയാണ്. ആ ഭീകരവാദിയെ എന്തിനാണ് രക്ഷിച്ചത്, അവനെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലണമെന്ന് ശശികള പറഞ്ഞിട്ട് ശശികളക്ക് തന്നെ 8ൻ്റെ പണി വരുന്നുണ്ട്. അത് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ശശികളക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് വലിയ വിവാദമാണ്. ചിലർ പറയുന്നത് അൻസാരി സുഹരി ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് പോയി, അൻസാരി സുഹരി ഉസ്താദിനെ അറസ്റ്റ് ചെയ്യണം. എന്താണ് അൻസാരി സുഹരി ഉസ്താദ് പറഞ്ഞത്? ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. അതിനുശേഷം നമ്മുടെ റഹീമിനോടൊരു ചോദ്യം. റഹീം ഇനിമേലിൽ സൗദി അറേബ്യക്ക് പോവുമോ? അപ്പോൾ റഹീം രസകരമായിട്ടുള്ള ഉത്തരം നോക്കൂ നിങ്ങൾ. സൗദി അറേബ്യക്ക് ഇനി പോകുമോ എന്നാണ് ചോദിച്ചത്. അതിനുള്ള ഉത്തരം കൂടി നമ്മുടെ റഹീം തരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കാണണം. ആദ്യം നമുക്ക് റഹീമിൻ്റെ വീട്, കുറേ പ്രേക്ഷകർ കമൻ്റായിട്ട് ചോദിക്കുന്നതാണ്, ബ്രോ റഹീമിൻ്റെ വീടൊന്ന് കാണിച്ചു തരുമോ? നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം ആദ്യം കാണണം. ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹ്മാൻ്റെ വീടാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം വരികയാണ് നാട്ടിലേക്ക്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ 2 ദിവസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, 20 വർഷത്തോളമായിട്ട് അദ്ദേഹം സൗദി ജയിലിൽ കഴിയുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശേഷം അദ്ദേഹം ജയിൽ മോചിതനായി വരികയാണ്. നമ്മളൊക്കെ കൊടുത്ത 34 കോടി രൂപ ഏതായാലും അങ്ങനെയെങ്കിലും ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് മലയാളികളൊക്കെ ഒരുമിച്ച് നിന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പൂർണ്ണമായും മോചിതനായി. അപ്പോൾ എന്നാണ് വരിക എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അദ്ദേഹം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വീട്ടിന് മുന്നിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്. കുറേ പേര് വിചാരിച്ചത് ആ വലിയ വീടെന്നാണ്. വലിയ വീടല്ല റഹീമിൻ്റെ ഓടിട്ട വീടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റഹീമിന് നല്ലൊരു വീടും കൂടി വേണം. നമുക്ക് അതിനെക്കുറിച്ചിട്ട് എൻ്റെ ഈ വണ്ടിയൊക്കെ വന്നതിന് ശേഷം വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, ഒരു വീഡിയോ ദൃശ്യം കൂടി വന്നിട്ടുണ്ട്. ഇന്ന് ജുമാ നിസ്കാരമാണ്. മുസ്ലിം, അതായത് ഇസ്ലാം മതപ്രകാരം വെള്ളിയാഴ്ച ജുമാ ആണ്. ജുമാക്ക് ശേഷം റഹീമിൻ്റെ ഒരു പ്രസംഗം വലിയൊരു വൈറലാണ്. ആ ഒരു പ്രസംഗം ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് രസകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നിങ്ങൾ കാണും. റഹീമും റഹീമിൻ്റെ ആ ഒരു പൊന്നുമ്മയും ഒരുമിച്ച് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു കാഴ്ചയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് റഹീമിനോടൊരു ചോദ്യം. ഇനി മേലിൽ സൗദി അറേബ്യക്ക് പോകുമോ എന്ന് റഹീമിൻ്റെ ഉത്തരം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഓക്കെ, ഒരു തിരിച്ച്, അതായത് ഇനിയിപ്പോൾ ആ നാട്ടിലേക്കൊന്ന് പോകണം എന്നുള്ള ആഗ്രഹ കാര്യങ്ങളുണ്ടോ? സൗദി അറേബ്യ തൽക്കാലം അങ്ങനെയല്ല, പെണ്ണല്ല, അതായത് നമ്മൾ ആ നാട്ടിലേക്കൊന്ന് പോയി ഇനിയിപ്പോൾ ആ നാട് അല്ല, അങ്ങോട്ട് പോകുന്ന ഇല്ല, മണ്ണുമാണ്. ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടത്. അല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ആക്സിഡന്റ് അടിച്ച് കയറ്റി വിട്ടാൽ മദ്രസ് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഉമ്മാന്റെ കൂടെ കുറച്ചു കാലം. ചെറിയ മോനാണ്, കുറച്ച് വലുപ്പം കൂടി പോയി. ഇനി വിടൂല അങ്ങോട്ട്. ഉമ്മനെ മുമ്പ് ഞങ്ങൾ കാണുമ്പോ എങ്ങനെയല്ലേ നല്ല ഹാപ്പി ആയിരുന്നു. നിങ്ങളെപ്പറ്റി തന്നെ പറയാനുണ്ടായിരുന്നു. സാഹചര്യം ഒരുക്കി തന്നെ നിങ്ങളെല്ലാവരുമാണ്, മാധ്യമങ്ങളും ജനങ്ങളും. ഓക്കെ, റഹീം പറയുന്നത് ഇനി മേലിൽ പോകാൻ സാധിക്കില്ല, അതായത് എക്സിറ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് അൻസാരി സുഹരി ഉസ്താദിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഇന്ന് ജുമാ നിസ്കാരത്തിന് ശേഷം റഹീം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ആദ്യം അൻസാരി സുഹരി ഉസ്താദും ശശികളയും തമ്മിൽ വലിയ പ്രശ്നമാണ്. എന്താണ്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, എൻ്റെ പടച്ചോനെ, ഒരു മനുഷ്യനിൽ ഇത്രത്തോളം വിഷം ഉണ്ടാവുമോ? ഇതിൻ്റെ ഒന്നും അരികത്തുകൂടി പോലും വിഷം തീണ്ടി നമ്മൾ മരിച്ചു പോകും. ഇത് പൊട്ടിത്തെറിക്കുന്ന അംശമാണ്. ഈ വിഷം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളക്കര ഒട്ടാകെ സന്തോഷിക്കാണ്. ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും. റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കയ്യബദ്ധം പറ്റിയാണ്, മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയാണ് ഒരു കുട്ടി, ഭിന്നശേഷിക്കാനായ ഒരു കുട്ടി മരിക്കാൻ ഇടയായി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിനുവേണ്ടി അർപ്പിക്കേണ്ടി വന്നു. ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം 20 കൊല്ലക്കാലം അദ്ദേഹം ജയിലിൽ കടന്നു. അതായത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന പലതും അദ്ദേഹം കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ഇക്കാലം അത്രയും അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു. ആ മനുഷ്യൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ വയോവൃദ്ധയായ മാതാവ് കണ്ണീരോടുകൂടി, പ്രാർത്ഥനയോടുകൂടിയും അപേക്ഷയോടുകൂടി കാത്തിരിക്കാൻ. ആ മനുഷ്യൻ ജയിൽ മോചിതനാകുമ്പോൾ കേരളക്കര ഒട്ടാകെ സന്തോഷത്തിലാണ്. അപ്പോൾ വിഷപ്പാമ്പിൽ ഒന്ന് പറയാണ്,
കേരളക്കര ഇങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? കൊലയാളിയല്ലേ എന്ന്. ഓ, പൂവിനെയും വണ്ടിനെയും തേനെയും മാത്രം സ്നേഹിച്ച ഒരു ജന്മം. എത്ര മാനവികമാണെന്നറിയാം അവരുടെ ആ സ്നേഹം. ദുബായിൽ ചെക്ക് കേസിൽ വെള്ളാപ്പള്ളിയുടെ മോൻ തുഷാർ വെള്ളാപ്പള്ളി കിടന്നപ്പം യൂസുഫ് അലി ഇറക്കാൻ പോയല്ലോ. അന്ന് നിങ്ങൾക്ക് എന്തിനാണ് കുറ്റവാളി ഇറക്കുന്നത് നിങ്ങൾക്ക് തോന്നൽ വന്നില്ലേ? ഫഹദ് എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോനെ കഴുത്തറുത്ത് മദ്രസയിൽ പോകുമ്പോൾ കഴുത്തറുത്താകുന്നത്. ആ കൊലയാളിക്കെതിരെ നിങ്ങൾ വല്ലതും പറഞ്ഞിരുന്ന? അത് വിദേശത്തല്ല, സ്വദേശത്തായിരുന്നു. ജുനൈദ് എന്ന് പറയുന്ന പൊന്നുമോൻ ഇതുപോലൊരു പെരുന്നാൾ വസ്ത്രം എടുക്കാൻ വേണ്ടി പോയപ്പം ആ പാവപ്പെട്ട ചെറുക്കനെ ട്രെയിൻ വെച്ച് തല്ലിക്കൊന്നപ്പോൾ നിങ്ങൾക്ക് വല്ലതും പറയാൻ തോന്നിയാൽ? എന്തിനേറെ ഇന്ന് വരെ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേരിൽ 500 രൂപ പെറ്റി പോലും അടച്ചിട്ടില്ലാത്ത റിയാസ് മൗലവി, അദ്ദേഹത്തിന്റെ വിധവയുടെ കണ്ണീര് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? ഒന്നും ചെയ്യാതൊരു പാവം പള്ളി കിടന്നുറങ്ങി, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അയാൾ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. ആ പാവപ്പെട്ട മനുഷ്യനെ പള്ളിയിൽ കയറി കഴുത്തറത്ത് കൊന്നിട്ട് അതിന്റെ പ്രതികള് നിർലോഭം ഇറങ്ങിയല്ലോ, ഉപാധികളില്ലാതെ ജാമ്യം അവർക്ക് കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനവികത. ആ സ്ത്രീ എന്ന് റിയാസ് മൗലവി കൊല്ലപ്പെടുമ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ കുട്ടി ജനിക്കുമ്പോൾ വാപ്പാനെ കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് വേദന ഒന്നും ഉണ്ടായില്ലേ? അയ്യ സ്ത്രീ, നിങ്ങൾക്ക് നാണോ ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഭാഷ പ്രയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ല ഇങ്ങനെയൊക്കെ പറയാൻ? നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെ ആണോ? അതോ മനുഷ്യരൂപം പൂണ്ട വേറെ എന്തോ ജന്മമാണോ? നിങ്ങൾക്ക് ഹൃദയമില്ലേ? മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ? ഇപ്പൊ നിമിഷപ്രിയ, അവര് ഇതുപോലെ അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊന്നു. എന്നിട്ടും നമ്മൾ അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം പല ആളുകളും ഇടപെട്ടപ്പോഴേക്കും കേരളം ഒട്ടാകെ ആഘോഷം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ദുർബല സാഹചര്യത്തിൽ അങ്ങനെ പലതും പറ്റും. അതിന് പകരം ഒരു ജീവൻ കൊടുക്കലല്ല, അതിന് പകരം ജീവൻ കൊടുത്താൽ അത് മതിയാവൂല. അതേ സമയത്ത് അയാൾ രക്ഷപ്പെടട്ടെ, അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നല്ലേ നമ്മളൊക്കെ ചിന്തിച്ചത്. ഇല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും സംഘപരിവാറുകാർ പോലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവർക്കും അഭിപ്രായം എന്തായിരുന്നു? അങ്ങനെ ഒരാൾ രക്ഷപ്പെടട്ടെ, ആ കൊല്ലപ്പെട്ടവന് പകരം ഇവരുടെ ജീവൻ കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ എന്നല്ലേ മലയാളിയുടെ വികാരം അല്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയാമോ? മുസ്ലിമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്ത്രീയെ, നിങ്ങളുടെ ഈ ജന്മം പാഴായി പോകും. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് വന്ന് കണ്ടിട്ട്, ഞങ്ങൾ മലയാളികൾക്ക് വലിയ ആഗ്രഹം, എന്തെങ്കിലും ഒരു നല്ല വാക്ക്, മനുഷ്യർക്ക് ഗുണമുള്ളൊരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് കേട്ടിട്ട് മരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലെ നിങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എതിർപ്പൊന്നുള്ളതുകൊണ്ടല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു സ്ത്രീയായി പോയത്? ഇവിടെ നിങ്ങൾ അതേ പ്രായമുള്ള എത്ര മനുഷ്യരുണ്ട്. ഈ ശോഭാ സുരേന്ദ്രനൊക്കെ കുറച്ചുകൂടെയൊക്കെ എനിക്കൊന്ന് മെച്ചമാണെന്ന് തോന്നുന്നു. അവരുമൊക്കെ ഇങ്ങനെ വിഷം തള്ളുമെങ്കിലും നിങ്ങളത്രയും ഈ കേരള പൊതുസമൂഹത്തിൽ നിങ്ങളത്രയും ഈ വിഷം സ്ഫുരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ ഇന്ന് കണ്ടില്ലേ കേരളക്കാരുടെ ആഘോഷം എന്താണ്? ഈ മനുഷ്യർക്കാർക്കും ഹൃദയമില്ലാത്തവരാണോ? ഹൃദയമില്ലാത്തത് കൊണ്ടല്ല, അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളുടെ വയോവൃദ്ധ ആരാണ് ആ ഉമ്മാനെ സംരക്ഷിക്കാനുള്ളത്? ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്കിയേ. ആ ഉമ്മാടെ കൈ കൊണ്ട് ഒരിറ്റ് ചോറ് ഇങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത്, ആ കഴിക്കുന്ന സമയത്ത് ആ മോന്റെ കണ്ണീരുകൾ കണ്ട. ഇത് പങ്കുവെക്കുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ലെന്നേ, നാനാജാതി മനുഷ്യർ. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യർക്ക് മനുഷ്യരുടെ വികാരം മനസ്സിലാകും. പക്ഷേ മനുഷ്യരൂപമുള്ള മൃഗങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. നോട്ട് ഓൺലി ബട്ട് ആൽസോ. അൻസാരി ദുഹുരി ഉസ്താദ് പറഞ്ഞതിൽ ഫുള്ളായിട്ട് ശരിയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ശശികല എന്ന വിഷം കാരണം ഈ ലോകം തന്നെ ഒരു കാര്യം പറയുകയാണ്, നല്ലവരായ ഹൈന്ദവരെ, അതെ ശശികല പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് ഏതായാലും നിങ്ങൾ ഈ ഒരു ഫോട്ടോ കൂടി കാണാം. നമ്മുടെ റഹീമിൻ്റെ ഉപ്പയുടെ ഖബർ സിയാറത്താക്കുന്ന ഒരു ഫോട്ടോയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇന്ന് ജുമാക്ക് ശേഷം റഹീമിൻ്റെ ഒരു പ്രസംഗം കൂടി കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആദ്യമായി വളരെ സ്തുതിച്ചുകൊണ്ട് ഈ വളരെ മഹലിലെ സാധിച്ചതിന് വളരെ സ്തുതിക്കുന്നു. ലോക മലയാളികളുടെ സഹായം നല്ലവരായ കൊടപ്പുഴ നിവാസികളായ ഈ മഹലിലെ നല്ലവരായ എൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി പറയാൻ 2 മിനിറ്റ് ഞാൻ അവസരം. എല്ലാ സഹായങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും, നല്ലവരായ മഹലിലെ നിവാസികൾ, എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ റഹീമിൻ്റെ വിഷയം. ഓക്കെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാറ് വണ്ടിയൊന്നുമില്ല, വല്ല സെറ്റാക്കിയിട്ട് ഉടനെ മറ്റൊരു വീഡിയോ ആയി വിടാം. ഓക്കെ, ബൈ.